പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ എൻ്റെ മക്കളെ നിങ്ങൾ ആശീർവാദത്തിൽ ആലംബിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ അത്രയും പഠിക്കുക. ബാക്കി കൃപാസന മാതാവ് നിങ്ങളുടെ വീട്ടിൽ വരും. നിങ്ങളുടെ എല്ലാ പോരായ്മകളെ അമ്മ പരിഹരിക്കുന്ന എത്രയോ സാക്ഷ്യങ്ങൾ നമുക്കുണ്ട്. കർത്താവേ, ജീവിതമാർഗം മുട്ടിപ്പോയവരുണ്ട്, വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട്, വിവാഹം ഒത്തുവരാത്തവരുണ്ട്, മക്കൾ ദുർനടപ്പിൽ പോയിട്ട് വേദനിക്കുന്നവരുണ്ട്. എല്ലാ മേഖലകളിലും എന്തെല്ലാം വേദന നീ അനുഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ ദിവസം കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവ് ആശീർവദിക്കട്ടെ. നീ ഒപ്പിടുന്ന രേഖകളെ കർത്താവ് ആശീർവദിക്കട്ടെ. നീ ലോൺ എടുക്കാൻ പോവുകയോ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കാൻ പോവുകയോ ചെയ്യുന്ന ഇടങ്ങളിൽ കർത്താവ് നിനക്ക് തുണ വരട്ടെ. കർത്താവ് ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി മക്കൾ ഒരുങ്ങാൻ പോവുകയാണ് ഈശോയെ. ആത്മാർത്ഥമായി പഠിക്കുന്ന മക്കളുണ്ട് ഈശോയെ. പഠിച്ചിട്ട് കയറാത്ത മക്കളുണ്ട്, പഠിക്കാൻ പറ്റാത്തവരുണ്ട് ഈശോയെ. വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ
കുരിശടയാളത്തിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജ്ഞാനമില്ലേ, ദൈവജ്ഞാനം, മാതാവിന് സിസ്റ്റർ വിശ്വനൊക്കെ പറയത്തില്ലേ, ജ്ഞാനം എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ മനസ്സ് പ്രീലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ദൈവത്തിൻ്റെ മനസ്സ് എന്ത് കറണ്ടിൽ അതിലെന്താണ് ഫ്ലോ ചെയ്യുന്നത് അത് നമുക്ക് ലൂപ്പ് ചെയ്ത് ടാപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ പൗലോസ് അത് കുറേ നാൾ പ്രെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ജ്ഞാനവരം കിട്ടും. അപ്പോൾ അതെന്താ പൗലോസ് പറയുന്നുണ്ടേ, ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നെന്ന്. അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. 1 Corinthians 2:16 കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. ഇതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്, അല്ലാതെ നമ്മളെ അനുഭവജ്ഞാനമല്ല. ഇപ്പം ചില അനുഭവം ഉണ്ടാക്കുന്നു, പ്രായോഗികമായി ജ്ഞാനത്തിൽ കുറേ പരിചയം കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു നോഹവ് കിട്ടുന്ന ജ്ഞാനസൂത്രം, അതല്ല, അത് ഭൗതികമായി. ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നതാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സെന്ന് പറയുമ്പോൾ ദൈവം ആത്മാവാകുന്നു, ദൈവത്തോട് യോജിക്കുന്നവൻ ആത്മാവിനോട് യോജിക്കുന്നു. ഇപ്പം നമ്മൾ ഈ വചനത്തിൽ അധിഷ്ഠിതമായി ജീവിച്ച് കഴിയുമ്പോൾ ഒരു ആധ്യാത്മിക വ്യാപാരമാണത്. ആ വ്യാപാരത്തിലൂടെ ദൈവത്തിൻ്റെ മനസ്സുമായിട്ട് നമ്മൾ ആത്മാവുമായിട്ട് നമ്മൾ യോജിക്കുന്നു. 1 Corinthians 6:17 കർത്താവുമായി സംയോജിക്കുന്നവൻ. അപ്പൊ അത് സാധ്യമാണത്. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. അതേ, ഏകാത്മാവായി തീരുന്നു. കാര്യം എന്താ വെച്ചാൽ ദൈവം ആത്മാവായത് കൊണ്ടാണ്. അപ്പം അതിൻ്റെ വിഷയത്തിൽ അപ്പം നിങ്ങൾക്ക് അത് ഏകാത്മാവായി തീരണമെങ്കിൽ ഓക്സിജൻ വലിച്ചു വിടണമെന്ന് ചോദിക്കും. ചില ആൾക്കാർ യോഗ എടുത്തിട്ട് വലിച്ചു കയറ്റിയിട്ട് കർത്താവ് അകത്ത് കയറിയിരിക്കണം എന്ന് പറഞ്ഞത്, കർത്താവ് പുറത്ത് പോകണം, പിന്നെ കാർബൺ ഡയോക്സൈഡ് പുറത്ത്. അതേ അഭ്യാസം, നിരഭ്യാസം. അങ്ങനെ എന്തുമാത്രം തലമുറകൾ പറ്റിക്കപ്പെട്ട് ശരിക്കാം. അതല്ല സംഭവം. യോഹന്നാൻ 4:24 ദൈവം ആത്മാവാണ്. ഓക്കെ, ഇനി ഈ ആത്മാവ് നമ്മുടെ ആത്മാവുമായി ചേർന്നിട്ട് മധ്യസ്ഥം വഹിക്കുന്നതിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. റോമ 8:27 ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. ആത്മാവ് ദൈവഹിതം അനുസരിച്ചാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. ഇനി രസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദൈവഹിതം അനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നയിക്കപ്പെടുന്നില്ലേ, അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. 8:14 റോമ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവര് ദൈവത്തിന്റെ പുത്രന്മാരാണ്, മക്കളാണ്. അപ്പോൾ ദൈവാത്മാവ് നയിക്കപ്പെടുന്ന കഴിഞ്ഞാൽ ആത്മാവ് നേരത്തെ നമ്മൾ കണ്ട് ദൈവഹിതം അനുസരിച്ചാണ് ദൈവത്തിൻ്റെ ഇംഗിതം മനസ്സിലാക്കി മധ്യസ്ഥം വഹിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇംഗിതം അനുസരിച്ച് എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ഹിതം എവിടെ നിന്ന് കിട്ടും? നമുക്ക് വചനത്തിൽ നിന്ന് കിട്ടും, പാരമ്പര്യത്തിൽ നിന്ന് കിട്ടും, പിന്നെ സഭയുടെ പ്രബോധനങ്ങളിൽ നിന്ന് കിട്ടും, സുപ്പീരിയേഴ്സിൻ്റെ വഴിനടത്തലിൽ നിന്ന് കിട്ടും. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ദൈവഹിതം നമുക്ക് കിട്ടും. അപ്പോൾ അത് വഴി തന്നെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ദൈവാത്മാവ് നയിക്കപ്പെടുന്നവർ. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഇങ്ങനെ വരുമ്പോൾ എന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവർ ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ ആധ്യാത്മികത ക്രമീകരിക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാകണം. അത്രേ ഉള്ളൂ. പരമാവധി ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ബയോ വേസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ബയോ വേസ്റ്റ് വായിക്കില്ലേ, ഇപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ്, പിന്നെ ബയോ വേസ്റ്റ്, മനുഷ്യനുണ്ടാക്കുന്ന വേസ്റ്റുകൾ, ചോറ്, അതേപോലെയുള്ള എല്ലാ സംഭവങ്ങളും, അതായത് അലിഞ്ഞു പോകുന്ന മിനറൽസും അടങ്ങിയിട്ടുള്ള ബയോ വേസ്റ്റുകൾ. ഈ ബയോ വേസ്റ്റുകളെ അതുപോലെ തന്നെ ആധ്യാത്മിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ബയോ വേസ്റ്റുകളുണ്ടാകും.
പ്രാർത്ഥന ഏറ്റവും വലിയ, അതാണ് ഞാൻ പറയുന്നത്, ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ ദൈവഹിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ്റെ ആധ്യാത്മികതയാണ് പ്രാർത്ഥന ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പ്രാർത്ഥന ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ ഗുണം വെച്ച് കഴിഞ്ഞാൽ ബയോ വേസ്റ്റുകൾ കുറക്കാൻ പറ്റും. ഇപ്പം ചില ആൾക്കാർ ഒരു സമയത്ത് കട തുടങ്ങി. എനിക്കൊരു മനുഷ്യനറിയാം. ആ മനുഷ്യൻ ആദ്യം കട തുടങ്ങി, പീഡിയ കട. അത് 5-6 കൊല്ലം നാട്ടുകാർ, എൻ്റെ നാട്ടിൻപുറത്തൊക്കെ അറിയാടിയാണ്. അത് നാട്ടുകാർ കൊണ്ടുപോയി പറ്റ് പുസ്തകം ബാക്കിയും കട അടക്കുകയും ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഇത് തുടങ്ങി. അതാണ് പീഡിയ കട, ചായക്കടയാക്കി. അത് 5-6 കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി അത് കുറേ നാട്ടുകാർ കൊണ്ടുപോയി. പുള്ളി കടത്തിലായി. പിന്നെ പുള്ളി കൃഷി ചെയ്ത്, പിന്നെ പുള്ളി പന്നി വളർത്തൽ ചെയ്ത്, ഇങ്ങനെ ഓരോരോ ജോലികൾ ഇങ്ങനെ ചെയ്ത് ഇതിനകത്ത് എല്ലാം അവസാനപരമായ ബയോ വേസ്റ്റ് കൂടും. റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കടക്കാരാകുകയും കട തന്നെ കിടക്കുകയും ചെയ്യും. ഇപ്പം ഇങ്ങനെ ഒരു വിഷം വരുമ്പോൾ നമ്മളെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യൻസ് ആണെന്നൊക്കെ പറഞ്ഞാലും നോൺ ക്രിസ്ത്യൻസിൻ്റെ രീതിയിലാണ് നമ്മൾ വിഷയങ്ങളെ സമീപിക്കുന്നത്. അപ്പോൾ ഈശോ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുക എന്ന ഒരു വിഷയമുണ്ടല്ലോ, അതെന്ന് പറയണത് നമ്മൾ ഇപ്പോൾ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി നീ ഉപദേശിക്കുന്നില്ലേ, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. ഇതെല്ലാം ഒരുമിച്ച് വായിക്കേണ്ട സംഭവമാണ്. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. അപ്പൊ ഉപദേശിക്കാന്ന് കർത്താവ് പറഞ്ഞപ്പോൾ നമ്മളെന്താ പറയണത്, എനിക്ക് നിന്റെ ഉപദേശമൊന്നും വേണ്ട, എൻ്റെ ഉപദേശം നീ കേട്ടാൽ മതി എന്നാണ് പ്രാർത്ഥനയിൽ പറയണത്. നമ്മൾ ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഓരോ കാര്യം ദൈവത്തിന് വെക്കത്തില്ലേ. കാര്യം ദൈവം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നീ നടക്കേണ്ട വഴി ഞാൻ പറഞ്ഞുതരാം, എൻ്റെ മക്കളെ എവിടെ പഠിപ്പിക്കണം, നീ എന്ത് ചെയ്ത് ജീവിതം പോറ്റണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മളെന്താ പറയണത്, എനിക്ക് വലിയ ഉപദേശം കേൾക്കണ്ട, എൻ്റെ ആൻറ്റിയുടെ മോളെ കാനഡയിൽ പോയി, എനിക്ക് അവിടെ പോയാൽ മതി എന്നാണ് പറയണത്. അപ്പം എൻ്റെ ഉപദേശം നീ കേട്ടാൽ മതി എന്നാണ് പറയണത്. ഇത് അങ്ങനെ ഒരു ജടിക ലോകം ഉണ്ട്. ശരിക്കും ഇവർ ബയോ വേസ്റ്റ് ഉണ്ടാക്കും. അവർ കുറച്ച് കഴിഞ്ഞാൽ നിലയം പിടിച്ച് വരും. കാനഡ അവർ ഏജൻറ്റ് 4 ലക്ഷം പറ്റിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അതാണ് ബയോ വേസ്റ്റ് എന്ന് പറയണത്. അവിടെ ചെന്ന് പറഞ്ഞു, അയ്യോ വിസ പുതുക്കി കിട്ടണില്ല എന്ന് പറയും. പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവർ വിസ പുതുക്കത്തില്ല, നാട്ടിൽ വന്ന് പെട്ടിക്കട തുടങ്ങേണ്ടി വരും. അതാണ് ബയോ വേസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ആദ്യമേ തന്നെ പ്രാർത്ഥനാ ജീവിതത്തിനെ ഈ നമ്മളിങ്ങനെ കുറേ പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയതിന് ശേഷം അത് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവത്തോട് പറയണതേ. മറിച്ച് നമ്മൾ ആദ്യമേ തന്നെ പ്രെയർ ചെയ്ത് പോകുമ്പോൾ നീ നടക്കേണ്ട വഴി, ഇപ്പോൾ ഉടമ്പടി സാക്ഷികൾ കേട്ടാൽ മതിയാവും. ഓരോ മനുഷ്യനെ ദൈവം എങ്ങനെ എത്ര സുന്ദരമായ രീതിയിലാണ് ഗൈഡ് ചെയ്യണമെന്നുള്ളത്, എത്ര സുന്ദരമായ രീതിയിലാണ് ഗൈഡ് ചെയ്യണത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷി ഞാൻ കേട്ടതേ, ഇവരാണ് എന്താണ് ഫിസിയോതെറാപ്പിസ്റ്റാണ്. അവർ 3 ഏജന്റുമാർക്ക് പൈസ കൊടുത്ത് 1 കൊല്ലം കാത്തിരുന്ന് വേസ്റ്റായി. അതാണ് ബയോ വേസ്റ്റ് എന്ന് പറയുന്നത്. ആത്മീയമായ ഭാഷ ബയോ വേസ്റ്റ്. അതാണ് കാശ് പോയില്ലേ, ആ ദിവസം മുഴുവൻ, ആ ഒരു വർഷം മുഴുവൻ പോയി. അതാണ് ബയോ വേസ്റ്റ്. അപ്പോൾ ഇവർ ഉടമ്പെടുത്ത ആൾ തന്നെയാണ്. പക്ഷെ ഇവർ പറയണത്, ഞാൻ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ, ഞാൻ വേറെ എന്തെല്ലാം കണ്ടന്റുകൾ ഞാൻ കണ്ട് സമയം കളയണം. അപ്പോൾ സാക്ഷ്യം കേട്ടപ്പോഴേക്ക് മനസ്സിലായത് ഉടമ്പടി എങ്ങനെ ജീവിക്കേണ്ടതെന്ന്. പിന്നെ ഞാൻ സാക്ഷ്യങ്ങൾ മാത്രമേ കേൾക്കത്തുള്ളൂ. അപ്പോഴെനിക്ക് ഉടമ്പടി എങ്ങനെ ജീവിക്കേണ്ടത് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ കർത്താവ് എനിക്ക് ഏജൻസികൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ മാറ്റിയിട്ട് ഡയറക്റ്റ് എനിക്ക് ഫിസിയോതെറാപ്പിസ്റ്റിന് ആവശ്യമുള്ള ഹോസ്പിറ്റലുമായിട്ട് എന്നെ കണക്ട് ചെയ്തത്. അപ്പോൾ അതാണ് സംഭവം. 1 കൊല്ലം വേസ്റ്റ് ചെയ്തതാണ്. അതാണ് ബയോ വേസ്റ്റ് എന്ന് പറഞ്ഞത്. 1 കൊല്ലം വേസ്റ്റായി. കർത്താവ് എന്നിട്ട് അവൾ പറഞ്ഞാൽ അപ്പം തന്നെ അവളെ പാക്ക് ചെയ്ത്. അത് സത്യസന്ധമായ, അവൾ ഉടമ്പടി എടുക്കാഞ്ഞിട്ടല്ല, ഉടമ്പടി ഉഴപ്പി ജീവിച്ചിട്ടാണ് ആ 1 കൊല്ലം അങ്ങനെ പോയത്. ഉടമ്പടി എടുക്കുന്നതിലല്ല, ഉഴപ്പാതിരിക്കുന്നതിലാണ് അതിൻ്റെ ബലമിരിക്കണത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമുക്കുള്ള ഓഫറാണത്. എന്താണ്, ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കാം. പിന്നെ എന്താണ്, നടക്കേണ്ട വഴി ഞാൻ നിനക്ക് പറഞ്ഞുതരാം, വരാനിരിക്കുന്ന കാര്യം നിനക്ക് പറഞ്ഞുതരാം. അതൊക്കെ എല്ലാം പറഞ്ഞ് ഇപ്പം ദൈവത്തിന് ഓഫർ, നമ്മൾ ചെരുപ്പ് മേടിക്കാൻ വരെ ഓഫർ നോക്കും. നമുക്ക് അടുത്ത ദിവസം കാണാം.
അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സെബ. ഞാൻ ഇപ്പോൾ UAE നിന്നാണ് വരുന്നത്. സ്ഥലം പാവറട്ടി, തൃശ്ശൂർ. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ജൂൺ 8-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുത്ത് പോയി ഉടമ്പടി കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യാറുണ്ടായിരുന്നു. എങ്കിലും ഞാൻ പുതുക്കാനായിട്ട് വരാൻ സാധിച്ചിരുന്നില്ല. ആ ഇടയ്ക്ക് എൻ്റെ ജോലിയിലുണ്ടായ ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് ഞാൻ വീണ്ടും പുതുക്കാനായി വന്നത്. 2025 ഏപ്രിൽ മാസമാണ് ഞാൻ ഇവിടെ പുതുക്കാനായി വന്നത്. ഞാൻ നാട്ടിൽ 6 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ടീച്ചറാണ്. ഞാൻ സ്പെഷ്യലി ഡിസേബിൾഡായ കുട്ടികളെ പഠിപ്പിക്കുന്ന പ്രൊഫഷനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ 6 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ വിചാരിച്ച പോലെ കുട്ടികൾക്ക് വേണ്ടിയൊന്നും ചെയ്യാനോ എൻ്റെ കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല. ഒരുപാട് സ്ട്രെസ്സും ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. അങ്ങനെ ഞാൻ ഈ ജോലി ഇവിടെ നിന്ന് മാറി പുറത്തേക്ക് ട്രൈ ചെയ്യാനുള്ള ആഗ്രഹമായിട്ടാണ് ഇവിടേക്ക് ഉടമ്പടി പുതുക്കാനായിട്ട് വന്നത്. ഞാൻ BEd കഴിഞ്ഞിട്ട് 8 വർഷമായെങ്കിലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് പുറത്ത് പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ദുബായിലേക്ക് പോകാനായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കാനായി ഏപ്രിൽ വന്നു. ഉടമ്പടി പുതുക്കി തിരിച്ചു പോയതിനു ശേഷം ഞാൻ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത ഡേറ്റ് 8 എന്ന ഡേറ്റിൽ തന്നെ പിറ്റേ മാസം മെയ് മാസം 8-ാം തീയതി എനിക്ക് ദുബായിൽ പോകാനായിട്ടുള്ള വിസിറ്റിംഗ് വിസയും ടിക്കറ്റും എടുക്കാനായിട്ട് സാധിച്ചു. ഞാൻ അങ്ങനെ അവിടേക്ക് പോയി. അവിടെ എത്തിയതിന് ശേഷവും ഞാൻ 3 മാസവും അവിടെ ഓഗസ്റ്റിൽ സ്കൂൾ പൂട്ടുന്നതിന് മുൻപായിട്ട് എവിടെയെങ്കിലും ജോലി ശരിയാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. ഞാൻ അങ്ങനെ കൃത്യമായിട്ട് അവിടെയും പോയിട്ടും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ഇൻ്റർവ്യൂവിനെല്ലാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ ഇൻ്റർവ്യൂവിന് പോയിട്ടും എനിക്ക് ജോലിയിലൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ അന്ന് ഇൻ്റർവ്യൂവിന് പോയിരുന്നതെല്ലാം ഇന്ത്യൻ സ്കൂളുകളിലായിരുന്നു കൂടുതൽ ഇൻ്റർവ്യൂ കിട്ടിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. ഞാൻ നന്നായിട്ട് പഠിച്ചും അതുപോലെ ഡെമോ ക്ലാസ് എടുത്തും ഒക്കെ ചെയ്തിട്ടും എനിക്ക് അവസാനമാകുമ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ജോലി കിട്ടാതെ വരുന്നൊരവസ്ഥയായി. ഞാൻ ആഗ്രഹിച്ച ആൾക്കാരെ ഇന്നൊന്നും എനിക്കൊന്നും ഒരു സഹായം അവിടെ നിന്ന് ലഭിച്ചില്ല. ഞാൻ അങ്ങനെ ആകെ സാമ്പത്തികമായ ബുദ്ധിമുട്ടും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് കാരണം ഞാൻ വളരെ വിഷമത്തിലായി. 3 മാസം കഴിയാറായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓഗസ്റ്റ് മാസമായപ്പോഴേക്കും എനിക്ക് തീരെ വിസ പുതുക്കണം, നാട്ടിലേക്ക് തിരിച്ച് വരേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ജോലി ശരിയാകുന്നില്ല. അങ്ങനെ ഞാൻ ഈ ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി ധ്യാനം അവിടെ ഓൺലൈനിൽ മുടങ്ങാതെ കാണാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചൊവ്വാഴ്ച ഞാൻ വളരെ സങ്കടപ്പെട്ട് ഞാൻ കരയുന്നുണ്ടെങ്കിലും സൗണ്ട് പുറത്ത് വരുന്നില്ല. എങ്കിലും ഞാൻ അലറിയാണ് ഞാൻ കരയുന്നത്. അത്രയും വിഷമത്തിൽ ഞാൻ പറഞ്ഞു, മാതാവ് എനിക്കൊരു തീരുമാനം നീ ഇന്ന് തരണം, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് വിഷമിച്ച് കരഞ്ഞു. അന്ന് ഞാൻ ആ ചൊവ്വാഴ്ച ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മുൻപ് CV കൊടുത്തിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു. അവളെന്നോട് പറഞ്ഞു, എനിക്ക് ജോലി സ്ഥലത്ത് നിൻ്റെ CV ഞാൻ കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ നിന്നെ അവർ വിളിക്കും, നീ അതിൻ്റെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതുകൊണ്ട് വീണ്ടും പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ പ്രതീക്ഷിക്കാതെ തന്നെ അവർ ആ സ്കൂളിൽ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഞാൻ അതുവരെ ഇൻ്റർവ്യൂവിന് പോയതെല്ലാം ദുബായിലായിരുന്നു. അബുദാബിക്ക് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നെ വിളിച്ച സ്കൂൾ അബുദാബിയിലായിരുന്നു. മാത്രമല്ല അതൊരു ബ്രിട്ടീഷ് കരിക്കുലർ സ്കൂളായിരുന്നു. അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ബ്രിട്ടീഷ് കരിക്കുലത്തിൽ വർക്ക് ചെയ്യുന്നുള്ളത്. പക്ഷേ ഞാൻ ആഗ്രഹിക്കാതെയാണ് എനിക്ക് ആ കോൾ അവിടെ നിന്ന് വന്നത്. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്തും എനിക്ക് അറിയില്ല ഞാൻ ആദ്യം അവിടേക്ക് പോകുന്നെങ്കിൽ, എനിക്ക് അവിടെ ആരും പരിചയമില്ലെങ്കിലും ഞാൻ പോകുന്ന സമയത്തെല്ലാം മാതാവ് ഉടമ്പടി എടുത്ത പല വ്യക്തികളെയും പരിചയപ്പെട്ട് എനിക്ക് പോകാനും വരാനൊക്കെ സൗകര്യം ഒരുക്കി തന്നു. ഞാൻ അവിടെ എത്തി ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് കയറുമ്പോൾ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഇത് ബ്രിട്ടീഷ് കരിക്കുലർ സ്കൂളാണ്, നല്ല ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. ഞാൻ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ഒരാളെ, എനിക്ക് അത്ര വലിയ ലാംഗ്വേജ് ഫ്ലുവൻസി സ്പീക്കിങ്ങിലില്ല. പക്ഷേ എന്നാലും ഞാൻ അതിന് മുൻപായിട്ട് ഞാൻ ഉടമ്പടി ഉപ്പെടുത്ത് സ്കൂളിന് ചുറ്റും ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. അതേപോലെ ഉടമ്പടി തേൻ കഴിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് മുൻപ് ഹാളിൽ കയറിയത്. ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് അതിനെല്ലാം ആൻസേഴ്സ് പറയാൻ സാധിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, അവസാനം ഞാൻ പറഞ്ഞിരുന്നു, മാതാവ് എനിക്ക് ഏത് ജോലിയാണ് കിട്ടുന്നത്, ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയ ഡ്രസ്സ് ഇട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞ മാതാവിനോട് പറഞ്ഞു. അതോ ഞാൻ എന്നീ ഡ്രസ്സ് ഇട്ട് വന്നിരിക്കുന്നത് മാതാവിന് മുമ്പിൽ. അങ്ങനെ എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സായി. പക്ഷേ അവരെന്നോട് പറഞ്ഞു, നീ ഒന്നുകൂടി വെയിറ്റ് ചെയ്യണം, കാരണം അവിടെ ADEK എന്ന് പറഞ്ഞ ഒരു മിനിസ്ട്രിയുടെ അപ്രൂവൽ കിട്ടിയാലാണ് ജോലിക്ക് കയറാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത് കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്, ചിലപ്പോൾ കിട്ടില്ലാതിരിക്കാനും സാധ്യതയുണ്ട്, അതുകൊണ്ട് നീ വെയിറ്റ് ചെയ്യ്, അവരറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് മുൻപുള്ള ഒരു ടീച്ചർ അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞ് സെലക്ട് ചെയ്തിട്ടും ഈ അപ്രൂവൽ കിട്ടാത്ത കാരണം കൊണ്ട് ആൾ തിരിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, ഇനിയിപ്പോൾ ഇത് കിട്ടുമോ എന്നൊരു സംശയത്തിലായി വീണ്ടും. പക്ഷേ എന്നാലും വീട്ടിൽ നിന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും പറഞ്ഞു, മാതാവേ എനിക്കിത് നടത്തി തരണമെന്ന് വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 8-ാം തീയതി അങ്ങനെ ഡേറ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അന്ന് കിട്ടിയില്ല. സെപ്റ്റംബർ 18-ാം തീയതി എനിക്ക് ADEKൻ്റെ അപ്രൂവൽ കിട്ടി, എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ ഞാൻ ഒട്ടും വിചാരിക്കാതെ ഞാൻ ആഗ്രഹിച്ച പോലെ ബ്രിട്ടീഷ് കരിക്കുലർ സ്കൂളിൽ ഞാൻ ആഗ്രഹിച്ച ഒരു പ്രൊഫഷനിൽ ഒരു സെൻറ്റ് ടീച്ചറായിട്ട് ഞാൻ ആഗ്രഹിച്ച സാലറിയിൽ മാതാവ് എനിക്കൊരു ജോലി തന്ന് അനുഗ്രഹിച്ചു. അതൊരിക്കലും എൻ്റെ കഴിവല്ല, മാതാവിൻ്റെ മെറിറ്റ് കൊണ്ട് മാത്രം കിട്ടിയൊരു ജോലിയാണ്. അതുപോലെ ഞാൻ ഈ 3 മാസത്തിലെല്ലാം അവിടെ നിൽക്കുമ്പോൾ ഞാൻ തനിച്ചാണ്.
എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് സഹനങ്ങളുണ്ടെങ്കിൽ പോലും ഞാൻ ആത്മീയമായിട്ട് ഒരുപാട് ഉടമ്പടിയിലെടുത്തതും മാതാവിനോട് എടുത്തതും ഈ സമയത്താണ്. എനിക്ക് അങ്ങനെ ഉടമ്പടി പത്രവും കാശുരവും മാത്രമാണ് അവിടെ ആശ്രയം ഉണ്ടായിരുന്നത്. എനിക്ക് ഓരോ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ ചെറിയൊരു പേപ്പറിൽ എഴുതിയിട്ട് ഞാനത് ഉടമ്പടി പത്രത്തിനുള്ളിൽ വെച്ചിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ പള്ളിയിൽ പോകാനായിട്ട് ഞാൻ ചില സമയത്തൊക്കെ നല്ല ചൂടാണ് അവിടെ. എനിക്ക് ചില സമയത്ത് പുറത്ത് പോകാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഒരുപാട് ദൂരം നടന്നിട്ടായാലും ഞാൻ കുർബാന മുടക്കാറില്ല. ആത്മീയമായിട്ട് ഒരുപാട് ഒരുങ്ങി കുർബാന സ്വീകരിക്കാനും കുർബാനയിൽ പങ്കെടുക്കാനും സാധിച്ചു. അതിനിടയിൽ എനിക്ക് ഓഫർ ലെറ്റർ വരുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായത്, ഞാൻ അവിടെയാണെങ്കിലും കൃത്യമായിട്ട് 5:30 എഴുന്നേറ്റ് ഉടമ്പടി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഡെയിലി ബ്രെഡ് എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് മാസം ലാസ്റ്റ് അച്ഛൻ ഒരു ഡെയിലി ബ്രെഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 15 ദിവസത്തിനുള്ളിൽ വിസ പ്രശ്നം മാറി ജോലി കിട്ടുന്ന ഒരു സന്ദേശം പറഞ്ഞപ്പോൾ ഞാനത് എനിക്ക് ആയിരിക്കുമെന്ന് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതേപോലെ എനിക്ക് ആ ദിവസത്തിനുള്ളിൽ തന്നെ ജോലിയുടെ കാര്യം ശരിയായതു. അതേപോലെ 5:30 ഇതുപോലെ ഞാൻ എല്ലാ പ്രയറും ചെയ്യുമ്പോഴും എൻ്റെ റൂംമേറ്റ്സ് പറയുമായിരുന്നു, നീ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, നിനക്കിത് കിട്ടില്ല, നീ അവരെന്നോട് വേറൊരു കാര്യം ചെയ്യാനായിട്ട് വേറൊരു ആരാധനയുടെ കാര്യം പറഞ്ഞു, നീ അതുപോലെ ചെയ്ത് എനിക്ക് ജോലി കിട്ടുന്ന അവരെന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ വിഷമമായി. ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ ഇത്ര നാളും പ്രാർത്ഥിച്ചത് എൻ്റെ മുൻപിലാണ്, എന്നെ നാണം കെടുത്തരുത്. അവരെന്നോട് പറഞ്ഞത് വെള്ളിയാഴ്ച സ്ഥലത്ത് പോകാനാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വെള്ളിയാഴ്ചയ്ക്ക് മുൻപ് എനിക്കൊരു ഉത്തരം നീ തരണം, അതിന് മുൻപ് നീ എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ തരണം എന്ന് പറഞ്ഞു. അതേപോലെ ആ വെള്ളിയാഴ്ചയ്ക്ക് മുൻപ് ആഴ്ചയിൽ ബുധനാഴ്ച എനിക്ക് മാതാവ് എൻ്റെ ഓഫർ ലെറ്റർ തന്നു ജോയിൻ ചെയ്യാനായിട്ട്. എനിക്ക് ജോയിൻ ചെയ്യാൻ സെപ്റ്റംബർ 18 സാധിച്ചു. അതേപോലെ തന്നെ എൻ്റെ ആത്മീയ മേഖലയിൽ ഒരുപാട് ഉന്നതി ഉണ്ടായ പോലെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ നാട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഫീൽഡായതുകൊണ്ട് എനിക്ക് കുട്ടികളെ അറിയാൻ സാധിക്കുമായിരുന്നു. പല ബുദ്ധിമുട്ടുള്ള കുട്ടികളെ എനിക്കറിയാം, ഡിസേബിളായ കുട്ടികളായാലും പല പ്രശ്നമുള്ള സാമ്പത്തിക കുട്ടികളൊക്കെ എനിക്കറിയാമായിരുന്നു. ഞാൻ അവരെ കണ്ടെത്തി അവർക്ക് എന്നെക്കൊണ്ടാവുന്ന പോലെ ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും കൊടുക്കാറുണ്ടായിരുന്നു. അതേപോലെ അനാഥാലയങ്ങൾ സന്ദർശിച്ച് അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. പിന്നെ പത്രം വാങ്ങിയ പൊതുസ്ഥലങ്ങളിലെല്ലാം വിതരണം ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ദുബായിൽ പോയതിനു ശേഷം എനിക്ക് പുറമേ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്കറിയുന്ന ആൾക്കാർ റൂംമേറ്റ്സിലൊക്കെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെന്നെ പറ്റുന്ന പോലെ ഭക്ഷണം കൊടുത്തൊക്കെ അവരെ സഹായിക്കാറുണ്ട്. പിന്നെ ഞാനൊരു ഇൻസ്റ്റ അക്കൗണ്ട് തുടങ്ങി. ഞാൻ അതിൽ മാതാവിൻ്റെ വരുന്ന സാക്ഷ്യങ്ങളും ഇവിടെ വരുന്ന കാര്യങ്ങളെല്ലാം ഞാനൊരു അക്കൗണ്ട് വഴിയായിട്ട് കറക്റ്റായിട്ട് അതിൽ പോസ്റ്റ് ഇട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. അപ്പോൾ ഞാൻ അതിന് ശേഷം പിന്നെ ജോലി കിട്ടി കഴിഞ്ഞാൽ മാതാവിനോട് പറഞ്ഞിരുന്നു, ഞാൻ എത്ര ബുദ്ധിമുട്ടായാലും ഞാൻ വന്ന് ഇവിടെ ഡിസംബറിൽ സാക്ഷ്യം പറയാൻ ഞാൻ വരുന്നു പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം ഭയങ്കര സാമ്പത്തിക പ്രശ്നങ്ങളായതുകൊണ്ട് എനിക്ക് വരാൻ ഈ സമയത്ത് ടിക്കറ്റ് ഭയങ്കര റേറ്റാണ്, വരാൻ പറ്റില്ലാത്തൊരവസ്ഥയിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ്, ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഞാൻ ജൂണിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് എനിക്ക് PCOD അസുഖം മുൻപുണ്ടായിരുന്നു, അത് ഇവിടുത്തെ തേൻ ഉപയോഗിച്ച് മാറിയതായിരുന്നു. പക്ഷേ എനിക്ക് ആ മാസം അറിയാതെ പെട്ടെന്ന് വീണ്ടും ബ്ലീഡിങ് കൂടി നിൽക്കാത്ത അവസ്ഥ. ഞാൻ അവിടെ ഡോക്ടറെ കാണിച്ചിട്ടും എനിക്ക് കുറയുന്നില്ല, നാട്ടിൽ വന്നേ പറ്റുന്നൊരവസ്ഥയിലായി. ഞാൻ പറഞ്ഞു, മാതാവ്, ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, നീ എനിക്ക് ഈ അസുഖം മാറ്റി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ ടിക്കറ്റ് എടുത്തതിന് ശേഷം എനിക്ക് ആ അസുഖം പൂർണ്ണമായിട്ട് നിന്നു. അതുപോലെ ഇങ്ങോട്ട് വരുന്ന യാത്രയും ഞാൻ പ്രതീക്ഷിക്കാതെ, ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ടിക്കറ്റ് എടുത്ത് വരാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ സാലറിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇവിടെ വരാനായിട്ട് ഒരു ജോലി തന്ന മാതാവിനെ ഒരുക്കി. ഞാൻ ഓഗസ്റ്റ് മാസമൊക്കെ അവസാനമാകുമ്പോൾ ഞാൻ ജോലി കിട്ടാതെ എന്താവസ്ഥയിലാണെന്ന് എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ ഇരുന്നിരുന്നത്. ആ അവസ്ഥയിൽ നിന്ന് എന്നെ ഒരു ജോലി കിട്ടി എന്ന് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് മാതാവിന് മുമ്പിൽ നിർത്തിയത് എൻ്റെ കഴിവുകൊണ്ടല്ല, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതിന് മാതാവിനും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം 17-ാം തിരുവചനം. കർത്താവ് ഇസ്രായേലിന് എന്നേക്കും രക്ഷ നൽകിയിരിക്കുന്നു. നിങ്ങൾക്കൊരിക്കലും ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരികയില്ല. ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് ആകാശം സൃഷ്ടിച്ച കർത്താവ് അരുളി ചെയ്യുന്നു. അവിടുന്നാണ് ദൈവം, അവിടുന്ന് ഭൂമിയെ രൂപപ്പെടുത്തി സ്ഥാപിച്ചു. സഭയുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത്. സഭയ്ക്ക് ആദ്യം തന്നെ ഉടമ്പടി എടുത്തപ്പോൾ കൃത്യമായി പാലിക്കാൻ സാധിക്കാതിരുന്നുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ലായിരുന്നു. വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പരിശുദ്ധ അമ്മയോടും ഈശോയോടും വളരെ ഉറപ്പായി ഒരു നല്ല തീരുമാനം പരിശുദ്ധ അമ്മയെ അറിയിച്ചുകൊണ്ടാണ് ഇവിടുന്ന് സഭ ദുബായിലേക്ക് പോയത്. അവിടേക്ക് വിസ കിട്ടിപ്പോയിട്ടും എന്തെല്ലാം പരിശ്രമിച്ചിട്ടും സഭയ്ക്ക് അവിടെ ജോലി കിട്ടുന്നില്ലായിരുന്നു. സഭ വളരെ ശക്തമായി പ്രാർത്ഥിക്കുകയും തൻ്റെ എല്ലാ ഉടമ്പടി നിബന്ധനകളും കൃത്യമായി പാലിക്കുകയും ചെയ്തപ്പോൾ സഭ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു വാഗ്ദാനം നൽകി. ഞാൻ ഏത് ഡ്രസ്സിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നുവോ ആ ഡ്രസ്സിൽ തന്നെ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയും. സഭയ്ക്ക് വേണ്ടിയുള്ള ഈശോ
ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഈശോയ്ക്ക് തോന്നി തുടങ്ങുമ്പോൾ ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ നമുക്ക് വേണ്ടിയുള്ള ഒരു ദേശത്തിൻ്റെ നിയമം പോലും ഈശോ മാറ്റുന്നതായിട്ടാണ് ഈ സാക്ഷ്യം നമുക്ക് മനസ്സിലാകുന്നത്. UK-യിലുണ്ടായ ബ്രിട്ടൻ സ്കൂളിലെ ഒരു വലിയ നിയമം തന്നെ മാറ്റുകയായിരുന്നു. അവിടെ സ്കൂൾ ടീച്ചറിനെ അപ്പോയിൻറ്റ് ചെയ്യണമെന്നുള്ളത് ആ സ്കൂളിൻ്റെ ഒരു നിയമമായി വന്നപ്പോൾ ഈ മകൾക്ക് ആ ഒരു നിയമം തന്നെ മാറ്റിക്കൊണ്ട് ഈ മകൾക്കൊരു അപ്പോയിൻമെൻറ്റ് കൊടുത്ത് ആ സ്കൂളിൽ ജോലി ലഭിക്കുകയായിരുന്നു. സെബ അവിടെ ചേരുന്നതിന് മുൻപ് തന്നെ അവിടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. പക്ഷേ ആൾക്ക് ക്വാളിഫിക്കേഷൻ അപ്രൂവൽ അല്ലായിരുന്നു. അതുകൊണ്ട് ആ ടീച്ചറെ അവിടെ നിന്ന് ഒരു അറേബ്യൻ സൗദി ടീച്ചറെ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു. സഭയ്ക്ക് വേണ്ടി ഉടമ്പടിയെടുത്തവരാരാണോ അവർക്ക് വേണ്ടി പരിശുദ്ധ അമ്മയെ മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ നമുക്ക് വേണ്ടി ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും എല്ലാം നിയമങ്ങൾ മാറ്റിത്തരുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. സഭയുടെ വാഗ്ദാനങ്ങളെല്ലാം കൃത്യമായി പാലിക്കുവാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഉടനെ സാക്ഷ്യം പറയണം, പരിശുദ്ധ അമ്മയെ കാണണം, ഈശോയെ ഒന്ന് ചുംബിക്കണമെന്നെല്ലാം വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോഴെല്ലാം ഒരു കൃത്യസമയം വെറുതെ ഒരു PCOD പോലെ വെറുതെ ഒരു ബ്ലീഡിങ് അസുഖം നൽകി മകൾക്ക് ഇവിടേക്ക് തിരിച്ചു വരേണ്ടി വന്നു. എയർപോർട്ടിലെത്തിയതോടെ ടിക്കറ്റ് ബുക്ക് ചെയ്തതോടെ ഈ മകളുടെ എല്ലാ അസുഖങ്ങളും മാറി മകൾക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള വലിയൊരു അനുഗ്രഹവും സാധ്യതയും നൽകി ഈശോ അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ ചേർന്ന് നിൽക്കുന്നു എന്നാണ് സഭയുടെ ഈ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓരോ മക്കളും ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് പോകുമ്പോൾ അവൾ അൾത്താരയിൽ നിന്ന് പറയും, ഇനി എനിക്ക് ഈശോ ഇല്ലാതൊരു ജീവിതമില്ല, പരിശുദ്ധ അമ്മയാണ് എന്നെ ഈശോയിലേക്ക് വഴികാട്ടി നടത്തുന്നത്, ഞാൻ എപ്പോഴും ഉടമ്പടിയിലായിരിക്കുമെന്ന്. ഇന്ന് ലോകം മുഴുവനും 24 ഭാഷകളിലേക്ക് ഈ ഉടമ്പടിയുടെ പത്രം എത്തിച്ചേരുമ്പോൾ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും ഈശോ എന്തൊക്കെ ചെയ്തു എന്ന് ലോകം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെറിയ ചെറിയ സാക്ഷ്യങ്ങളിലൂടെ നമ്മുടെ വലിയ വലിയ പ്രേക്ഷിത ഈശോയുടെ നാമം മഹത്വപ്പെടുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കെപ്പോഴും നമ്മുടെ ദിവ്യബലിയിലും നാം ഈശോയെ സ്വീകരിക്കുമ്പോഴെല്ലാം ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാം. നമുക്ക് ഈശോയുടെ നാമം എപ്പോഴും ഏറ്റുപറഞ്ഞുകൊണ്ട് ലോകം മുഴുവനെയും എല്ലാ ദുരന്തങ്ങളിൽ നിന്നും രക്ഷിക്കാനായി ജോലിയില്ലാത്ത മക്കളെയും വീടില്ലാത്ത മക്കളെയും പ്രവാസികളായി കഴിയുന്ന മക്കളെയും എല്ലാം എപ്പോഴും മാധ്യസ്ഥം നൽകി അനുഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സഭയുടെ നല്ല സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി. മാതാവ് പ്രതീക്ഷിച്ചപ്പെട്ട ഈ ആലയത്തിൽ എനിക്ക് വരാൻ കഴിഞ്ഞതും ഇവിടെ എൻ്റെ സാക്ഷ്യം കഴിഞ്ഞതിനുള്ള ഒരുപാട് നന്ദി. എൻ്റെ പേര് ജീൻ, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ജൂലൈ 8, 2024 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജോലിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എല്ലാവരും പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ടായിരിക്കും, ഒരുപാട് പ്രതിസന്ധിയിൽ ആണ് ഇപ്പോൾ ആ ഫീൽഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2024 എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ ജോബ് ഇമ്പാക്റ്റഡ് ആവുമെന്ന്. അപ്പം ഞാൻ ആ ഒരു ഭയം മൂലവും പിന്നെ എനിക്കൊരു ജോബ് സെക്യൂരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ജൂലൈ 8, 2024 ഞാൻ ഉടമ്പടി എടുത്തത്. പിന്നെ എനിക്ക് കൃപാസനത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ, പിന്നെ അതേപോലെ മറ്റ് കുടുംബാംഗങ്ങളൊക്കെ ഇതിന് മുമ്പ് ഓൺലൈൻ ഉടമ്പടിയും അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ഉടമ്പടികൾ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ ലൈഫിൽ എങ്ങനെയാണ് കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ അതേപോലെ തന്നെയാണ് ചെയ്തത്. ഓൺലൈൻ ഉടമ്പടി എടുത്തു, എൻ്റെ നിയോഗങ്ങൾ ഞാൻ അവിടെ എഴുതി. പക്ഷേ അച്ഛൻ ഇവിടെ പറയുമല്ലോ എപ്പോഴും, ദൈവം ആദ്യം ടോർപ്പിഡോ ചെയ്യുന്നത് നമ്മുടെ കോൺഫിഡൻസ് ലെവലിലാണെന്ന്. അപ്പോൾ എൻ്റെ കേസിലും അത് തന്നെയാണ് നടന്നത്. എനിക്കൊരു നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എനിക്ക് എൻ്റെ കഴിവ്, അതേപോലെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഉറപ്പായിട്ട് എൻ്റെ ജോലിക്ക് കുഴപ്പമൊന്നും വരത്തില്ലായിരിക്കും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഏറ്റവും ആദ്യം ദൈവം ടാർഗറ്റ് ചെയ്തത് എൻ്റെ ജോലിയിൽ തന്നെയാണ്. ഓഗസ്റ്റിലാണ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടത് 2024. അപ്പോൾ എൻ്റെ മൈൻഡ് കംപ്ലീറ്റ്ലി ഡിസ്റ്റർബ്ഡായി. കാരണം ഞാൻ എൻ്റെ ഫാമിലിയിൽ മറ്റേ ആൾക്കാരുടെയൊക്കെ ഉടമ്പടികൾ നന്നായിട്ട് പോകുമ്പോൾ എൻ്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റാണ് നടന്നത്. കാരണം ഞാൻ ഉടമ്പടി എടുത്തു മറ്റുള്ളവരെ പോലെ, എൻ്റെ ഫാമിലിയിൽ മറ്റേ ആൾക്കാരെ പോലെ. പക്ഷെ അവരുടെ കാര്യം നടക്കുകയും എന്നാൽ ഓൺലൈൻ ഉടമ്പടി, എന്നാൽ എൻ്റെ ലൈഫിൽ നേരെ ഓപ്പോസിറ്റാണ് നടന്നത്. അപ്പം ഞാൻ ഓർക്കുകയും ചെയ്തു, ഇനി ഞാൻ ഈ ഉടമ്പടി തുടരണോ? കാരണം ഞാൻ ആഗ്രഹിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എൻ്റെ ജോബ് സെക്യൂരിറ്റി റിലേറ്റഡ് കാര്യങ്ങൾ. പക്ഷേ അത് നടന്നില്ല, എൻ്റെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. ഞാൻ ഉടമ്പടിയിലുമാണ്. അപ്പോൾ ഇത് തുടരണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അച്ഛൻ്റെ ചൊവ്വാഴ്ചയിലെ യൂട്യൂബ് ധ്യാനങ്ങളൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു കാര്യങ്ങളാണ്.
അപ്പോൾ ആ സമയത്തൊക്കെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ടത് നമ്മുടെ ലൈഫിൽ പാസ്റ്റിൽ ദൈവം എങ്ങനെയൊക്കെയാണ് നമ്മളെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെന്ന്. ഞാൻ ഓർക്കുന്നുണ്ട് പത്രോസിൻ്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ പറയണതും എങ്ങനെയാണ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പത്രോസിനെ രക്ഷപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ അച്ഛൻ അന്ന് പറയണതൊക്കെ ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിലും പല പ്രാവശ്യവും മുങ്ങിക്കൊണ്ടിരിക്കുന്ന ചില സാഹചര്യങ്ങൾ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ സമയത്തൊക്കെ ദൈവം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിയാണ്, നമ്മൾ ദൈവത്തിനൊരു പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് കാണുന്ന പോലെ കാണുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ദൈവത്തിൻ്റെ ഇടപെടലിന് അതിൻ്റേതായ ചില സമയങ്ങളുണ്ട്. ഞാൻ ആ ഒരു പ്രതീക്ഷയോടെ, ആ ഒരു വിശ്വാസത്തോടെ എൻ്റെ ഉടമ്പടി അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. എൻ്റെ മുൻപിൽ പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് എൻ്റെ കാർ ലോൺ, ഹോം ലോൺ, ഇതൊക്കെ ആയിരുന്നു. കാരണം ജോലി നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലെ വരുമാന മാർഗ്ഗങ്ങളൊക്കെ അതോടെ അങ്ങ് നഷ്ടപ്പെടുകയും, ഭാര്യയ്ക്ക് ജോലി ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും 2 പേരുടെ ശമ്പളം വേണം, അല്ലെങ്കിൽ ഒരാളുടെ ആയിട്ട് മാത്രം അങ്ങനെ നമുക്കങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു ഫ്യൂച്ചർ എന്ന് വെച്ചാൽ, എനിക്ക് ജോലി പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ വണ്ടി പോവും, വീട് പോവും, അങ്ങനത്തെ ഒരു സാഹചര്യം വരും. കാരണം എൻ്റെ ഫ്രണ്ടിൽ വേറെ ഒരു മാർഗ്ഗവുമില്ല വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി. കാരണം ഞാൻ കുറേ ജോബിന് വേണ്ടി ട്രൈ ചെയ്തു, പക്ഷേ നമുക്കറിയാം ഒരുപാട് പേരുടെ ജോലി ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഒരു ഡിസപ്പോയിൻറ്റഡായി. അത്ഭുതം എന്ന് പറയട്ടെ, ആ സമയത്ത് ഞങ്ങൾക്കൊരു ഫാമിലി ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് അത് അതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിന് മെച്യൂരിറ്റി ആയിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നിട്ട് വരെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഒരു പുതിയൊരു സ്കീം വന്നിട്ടുണ്ട്, അപ്പോൾ അവർക്ക് അതിനകത്ത് കുറച്ച് ആൾക്കാരെയൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് എക്സിസ്റ്റിംഗ് സ്കീമിലുള്ള ആൾക്കാരെ അത് വേണമെങ്കിൽ അത് വിഡ്രോ ചെയ്യാം, എന്നിട്ട് ആ എമൗണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പേഴ്സണൽ ആവശ്യമല്ലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അത് നമുക്കത് വലിയൊരു രക്ഷയായിട്ട് മാറിത്തീർന്നു. കാരണം എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, അത് മാതാവിൻ്റെ ഇടപെടലോടെ മാത്രമാണ് അങ്ങനെ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അത് നടക്കത്തൊന്നുമില്ലായിരുന്നു. പിന്നെ ആ എമൗണ്ട് കിട്ടുകയും അതോടെ കാർ ലോൺ കംപ്ലീറ്റ്ലി അതോടെ അങ്ങ് നമ്മൾ ക്ലിയർ ഓഫ് ചെയ്യുകയും ചെയ്തു. പിന്നെ നമുക്കറിയാം ലോൺ എമൗണ്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി നമ്മുടെ സ്വന്തമാണെന്ന്. പക്ഷേ നമ്മുടെ ഫ്രണ്ടിൽ വേറെ ചില പ്രശ്നങ്ങളും ഉണ്ട് ഈ ഹോം ലോണിൻ്റെ കാര്യത്തിൽ. കാരണം ഹോം ലോൺ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വലിയൊരു എമൗണ്ടാണ്. അതിപ്പോൾ എങ്ങനെ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാമല്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊരു വേറൊരു ഫ്ലാറ്റും ഉണ്ടായിരുന്നു. അത് കുറേ നാളായിട്ട്, വർഷങ്ങളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നതാണ് സെയിലിന് വേണ്ടി. അവിടെ നമുക്കൊന്നും കിട്ടിയൊന്നുമില്ല, ബയറിനെ ഒന്നും. പക്ഷേ ഈ ഓൺലൈൻ ഉടമ്പടിയുടെ ടൈമിൽ തന്നെ മാതാവിൻ്റെ ഇടപെടൽ മൂലം നമുക്കൊരു ബയറിനെ കിട്ടുകയും, എന്നിട്ട് ആ ബയറിൻ്റെ എമൗണ്ട് വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെയാണ് ഇത് കാര്യങ്ങൾ ക്ലിയർ ആയത്. പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഒക്ടോബർ 10 ഞാൻ ഇവിടെ വരുമായിരുന്നു എൻ്റെ ഉടമ്പടി പുതുതായിട്ട് ഇവിടെ എടുക്കാൻ വേണ്ടി. കാരണം ഓൺലൈൻ ഉടമ്പടിയിലെ നമുക്കറിയാം നമുക്ക് പത്രമൊന്നും കിട്ടത്തൊന്നുമില്ല. പത്രം കിട്ടാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ആ ഓപ്ഷൻ ട്രൈ ചെയ്തിരുന്നില്ല നമുക്ക് പത്രം കിട്ടാൻ വേണ്ടി. അപ്പം ഞാനിവിടെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ജോബ് റിലേറ്റഡ് ഇഷ്യൂ ഉള്ള ആൾക്കാർ, പ്രത്യേകിച്ച് എൻ്റെ ഫീൽഡിൽ ജോബ് റിലേറ്റഡ് ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് ഒരു ടെസ്റ്റിമണി, ഒരു സാക്ഷ്യം കേൾക്കണമെന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപക്ഷെ ഞാൻ നന്നായിട്ട് യൂട്യൂബ് നോക്കാത്തതിൻ്റെ ആയിരിക്കാം, ഞാൻ ആഗ്രഹിച്ച പോലത്തെ സാക്ഷ്യങ്ങളൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒക്ടോബർ 10, 2024 ഞാനിവിടെ കൃപാസനം വന്നു. ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്, ഞാൻ ഇവിടെ മുന്നിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ്, ഞാൻ ആഗ്രഹിച്ച പോലത്തെ തന്നെ ഒരു സാക്ഷ്യം ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ എനിക്കത് കേൾക്കാനുണ്ടായി. അപ്പോൾ എനിക്കത് വലിയൊരു മെസ്സേജാണ് കിട്ടിയത്. കാരണം ഞാൻ യൂട്യൂബിലൊന്നും കാണാത്ത കാര്യങ്ങൾ ഞാൻ ആദ്യമായിട്ട് കൃപാസനം വരുകയും ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു സാക്ഷ്യം എനിക്ക് ഇവിടെ വന്ന് കേൾക്കാൻ കഴിയുകയും ചെയ്തു. അപ്പം ഇനി എൻ്റെ മനസ്സിൽ ആ സാക്ഷ്യം കഴിഞ്ഞു ഞാൻ വീട്ടിൽ പോയി. പക്ഷേ എൻ്റെ മനസ്സിൽ കുറേ ആകുലതകളും കുറേ ടെൻഷനും കുറേ സംശയങ്ങളുണ്ട്. ഇനി പത്രം ഞാൻ എങ്ങനെ കൊടുക്കുമെന്ന്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. അപ്പം നമ്മൾ കേരളത്തിൽ ഒരു പക്ഷേ പത്രം കൊടുക്കുന്നത് പോലെ കർണാടകയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിലൊക്കെ ആൾക്കാർ ഒരു നല്ല രീതിയിൽ കാണണമെന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ ഡൗട്ടുണ്ട്. ഞാൻ ആരോടൊക്കെ ചോദിച്ചു ഈ പത്രത്തിൻ്റെ കാര്യം, അവരൊക്കെ എന്നോട് പറഞ്ഞു ഒരിക്കലും പത്രം കൊടുക്കല്ലേ. കാരണം ചിലപ്പം കേരളം പോലെയല്ല, നമ്മൾ മറ്റു സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ പത്രം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസ് കംപ്ലയിൻറ്റ് വരെ വന്നെന്നിരിക്കും. ചിലപ്പം വേറെ കുറേ ക്രിസ്ത്യൻസ് പത്രം കൊടുക്കുമ്പോൾ അറിയാമല്ലോ ആൾക്കാർ ഏതൊക്കെ രീതിയിലാണോ വ്യാഖ്യാനിക്കണമെന്ന്. പക്ഷേ ഒരു സ്ഥലത്ത് എന്നോട് പല ആൾക്കാർ ഇങ്ങനെ പറയണു, എന്നാൽ മറുഭാഗത്ത് ഞാൻ നേരിട്ട് കേട്ട സാക്ഷ്യം അതിൻ്റെ ഉപരി വേറെ ഒന്നുമില്ല. കാരണം അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഒരു മാതാവ് എനിക്ക് നേരിട്ട് തന്ന ഒരു മെസ്സേജാണിത്. അതായത് ഞാൻ പത്രം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ ഞാൻ എവിടെ പത്രം കൊടുക്കണം, എങ്ങനെ പത്രം കൊടുക്കണം, അപ്പോൾ അങ്ങനത്തെ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡൗട്ട്സ് ഞാൻ എങ്ങനെ ക്ലിയർ ചെയ്യും, അതൊരു വലിയൊരു ഡൗട്ടായിരുന്നു എൻ്റെ മൈൻഡിൽ. എങ്ങനെ ഞാൻ ഈ ഡൗട്ട് ക്ലിയർ ചെയ്യും? അപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അന്ന് ആ സാക്ഷ്യം പറഞ്ഞ ആളെ തന്നെ എനിക്ക് നേരിട്ടൊന്ന് കണ്ടാൽ എത്ര നന്നായിരിക്കുമെന്ന്. പക്ഷേ നമുക്കറിയാം, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് പോണ ആൾക്കാരെ പിന്നെ നമ്മളൊന്നും ഒരിക്കലും കാണാറില്ല. അതല്ലെങ്കിൽ പിന്നെ അത്രയ്ക്ക് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ അല്ലാതെ നമ്മൾ പിന്നെ ഇവരൊന്നും പിന്നെ ഒരിക്കലും അവരെ കാണാറില്ല. അവരവരുടെ നാടുകളിൽ പോകും. അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ തന്നെ ഞാൻ ഈ സെയിം ആളെ തന്നെ അവിടെ കാണുകയുണ്ടായി. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അന്ന് കൃപാസനത്തിൽ വന്ന സാക്ഷ്യം പറഞ്ഞ ആളല്ലേ, 10th ഒക്ടോബറിലല്ലേ വന്നത്? കാരണം ഞാനന്ന് നേരെ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡൗട്ടുണ്ട്, അതായത് ഈ പത്രം എങ്ങനെ കൊടുക്കണം, പിന്നെ ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് നിങ്ങൾ പോയത്, ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം എന്നോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം ഞാൻ അതേപോലെ അങ്ങ് ചെയ്തു. പക്ഷേ പെട്ടെന്നൊന്നും കാര്യങ്ങളൊന്നും നടന്നൊന്നുമില്ല. കാരണം ദൈവം നമ്മുടെ ലൈഫിൽ ഒരു ഡ്രൈ പീരീഡ് അങ്ങ് തരും, നമ്മളെ ശരിക്കും ഒന്ന് ടെസ്റ്റ് ചെയ്യും. അതായത് നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്താലും പെട്ടെന്ന് തന്നെ കിട്ടണമെന്നൊന്നുമില്ല. ദൈവം നമ്മളെ ശരിക്കും ഒന്ന് ടെസ്റ്റ് ചെയ്യും. നമുക്ക് വിശ്വാസമുള്ള ആൾക്കാരാണോ അല്ലയോ, നമ്മൾ വിശ്വാസം കൈവിട്ട് പോകുന്നുണ്ടോ. പക്ഷേ ഞാൻ കൈവിട്ടില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇത് വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് നീങ്ങി. ഒരു പ്രാവശ്യം ഞാനിവിടെ കൃപാസനം വന്നപ്പോൾ ഞാൻ ജോസഫ് അച്ഛനെയൊക്കെ കാണുകയുണ്ടായി. എന്നിട്ട് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ് ഇവിടെ. എന്നിട്ട് എൻ്റെ ആത്മീയ ജീവിതം ഞാൻ അതേപോലെ തുടർന്നു. ഒരുപക്ഷെ എൻ്റെ ലൈഫിൽ ചിലപ്പോൾ ഒരുപക്ഷെ ദൈവം എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എനിക്ക് ഇതേ ലൈഫിൽ തന്നെ തുടർന്നാൽ മതി, അങ്ങനെ വരെ ഞാൻ ചിന്തിച്ച വേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ അധികം താമസിക്കാതെ തന്നെ ദൈവം എനിക്ക് ജോലി തന്നു. ആ ജോലി തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് താങ്ക്സ് പറയാൻ കൂടെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ ലൈഫിൽ ഏറ്റവും വന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ആത്മീയമായിട്ടൊന്നും അത്ര സ്ട്രോങ് ഒന്നും അല്ലായിരുന്നു. ദൈവത്തിനോട് വിശ്വാസം ഉണ്ടായിരുന്നു, അതില്ലെന്ന് ഞാൻ പറയണില്ല. പക്ഷേ അത് ജസ്റ്റ് ഒരു വിശ്വാസം മാത്രമായിരുന്നു. ഞാൻ ഒരിക്കലും ദൈവത്തിനെ ആരാധിച്ച ഒരു വ്യക്തിയല്ല ഞാൻ. പക്ഷേ ഈ ഒരു ധ്യാനത്തോടെ മുന്നോട്ട് വന്നോടെ എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോമായി. ഞാനിപ്പോൾ എവറി 2 വീക്സ്, നേരത്തെ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു പ്രാവശ്യം വല്ലതും കൺഫെഷൻ വല്ലതും കൊടുത്താലായി. പക്ഷേ ഞാനിപ്പോൾ എവറി 2 വീക്സ് കൺഫെഷൻ കൊടുക്കുന്ന ഒരാളാണ്. പ്രേക്ഷിക പ്രവർത്തനം ഞാൻ പണ്ട് ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഞാൻ പ്രേക്ഷിക പ്രവർത്തനം ഞാൻ ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ്ലി. അതേപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ അടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ കുറേ ഓർഫനേജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങോട്ടൊന്നും അധികം മൈൻഡ് ചെയ്യാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഉടമ്പടി വന്നതോടെ ഞാൻ അങ്ങോട്ടൊക്കെ പോകാറുണ്ട് നേരിട്ട്. അതേപോലെ അവിടെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, എൻ്റെയൊക്കെ വേണ്ടാത്ത രീതിയിൽ തന്നെ. ഫൈനാൻഷ്യൽ സപ്പോർട്ടും ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ എൻ്റെ ഫാമിലിയും ഒരുപാട് ദൈവത്തിൻ്റെ അടുത്ത് വന്ന് ഒരുപാട് അടുത്തോട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഓരോ കാര്യത്തിലും ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളുടെ ദൈവത്തിനടുത്ത് പോയി ചോദിക്കാറുണ്ട് എന്തൊക്കെ ചെയ്യണം. അതേപോലെ ദൈവത്തിനടുത്തു നിന്ന് ഓരോ ഹെൽപ്പ് കിട്ടും എന്ന പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അത് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഇതുവരെ കിട്ടിയ അനുഗ്രഹത്തിന്, അതേപോലെ ഈ കൃപാസനത്തിൽ വന്നേ പിന്നെ ഈ ഒരു ഉടമ്പടി ലൈഫ് തന്നെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്യും. തന്ന കൃപയ്ക്ക് മാതാവിന് നന്ദി പറയും. താങ്ക് യു. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാനൊരു പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. ഐസ്യ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 18-19 വചനങ്ങളാണിത്. ജീൻ മാത്യു എന്ന സഹോദരൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് നമ്മൾ ശ്രവിച്ചത്. ഈ മകൻ കൃപാസനത്തിൽ വരാനുണ്ടായ കാരണവും ഈ മകൻ്റെ ജീവിതത്തിലുള്ള എങ്ങനെയാണ് ഉടമ്പടി ജീവിതം നയിച്ചതെന്നുമാണ് നമ്മൾ കേട്ടത്. ആദ്യം ഓൺലൈൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഒരു ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു, ഒരു സ്ഥിരമായ ഒരു ജോലിക്ക്. കടബാധ്യതകളുണ്ടായിരുന്നു. വീട്ടുകാരിൽ നിന്നാണ് കൃപാസനത്തെപ്പറ്റി അറിഞ്ഞത്. പ്രാർത്ഥിച്ചു. ഉടമ്പടി ഓൺലൈനിലായിരുന്നു. പിന്നീടാണ് ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഫാമിലി ഇൻഷുറൻസിൽ പെട്ടെന്നൊരു സ്കീം ആവുകയും ആ സ്കീമിൽ കൂടെ കാർ ലോൺ ക്ലിയർ ആക്കുകയും ചെയ്യാൻ സാധിച്ചത്.
ടൈം ഷോർട്ടനിങ്ങിൻ്റെ അമ്മ, സമയചുരുക്കത്തിൻ്റെ അമ്മ, ഓൺലൈൻ ഉടമ്പടിയിൽ കൂടിയാണ് ഈ മകന് ഈ അനുഗ്രഹം നൽകിയത്. പിന്നെ ഉണ്ടായിരുന്നത് ഹോം ലോണായിരുന്നു. പെട്ടെന്നാണ് ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് അർഹിക്കാത്ത ഒരു ബോണസ് മാതാവ് നൽകി. ഈശോയും അമ്മയും ഈ മകൻ്റെ കൂടെ നിന്നാണ് ഈ കടബാധ്യതകൾ ഒരല്പം ആശ്വാസമായി ഈ സ്കീമും ബോണസും ഒക്കെയായി നൽകിയത്. പിന്നീടാണ് ഫ്ലാറ്റ് വിൽക്കാൻ നോക്കിയത്. അക്കാര്യവും മാതാവ് ഈശോയോട് പറഞ്ഞ് നടത്തിക്കൊടുത്തു. കൃപാസനത്തിൽ ഓരോ വ്യക്തികൾ വരുമ്പോഴും അവരുടെ കണ്ണുനീര് വീഴുന്ന ഒരു സ്ഥലമാണിത്. എല്ലാവരുടെയും പ്രാർത്ഥനകളുടെ ഉത്തരമാണ് ഇവിടെ ലഭിക്കുന്നത്. ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹമാണ് ഈ മകൻ്റെ കടബാധ്യതകളുടെ എല്ലാ നീക്കുപോക്കൽ നടത്തി ക്ലിയറാക്കി കൊടുത്തത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ മരുഭൂമിയിലെ പോലെ ഒരു ഡെസേർട്ട് എക്സ്പീരിയൻസ് ആവാം. എൻ്റെ പ്രാർത്ഥന കേട്ടോ, ഇതൊരു വിശ്വാസക്കുറവ് വരാം. ഇതെല്ലാം നമ്മൾ ഓരോ പ്രാവശ്യവും പരീക്ഷിച്ച് നമ്മുടെ വിശ്വാസം ബലപ്പെടുത്താനുള്ള ഓരോ മാർഗമായിട്ടാണ് ഈ മകൻ കണക്കാക്കിയത്. പിന്നീട് ഒരു സാക്ഷ്യം കേൾക്കാൻ ആഗ്രഹിച്ചു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോഴാണ് ആ ദിവസം അങ്ങനെ ഒരു സാക്ഷ്യം തന്നെ ഈ സ്ഥലത്ത് തന്നെ അമ്മയുടെ സന്നിധിയിൽ നിന്ന് കേൾക്കുവാൻ സാധിച്ചത്. ഈ മകൻ ആഗ്രഹിച്ചതുപോലെ വേറൊരു വ്യക്തി കടബാധ്യതകൾ മാറ്റിയതും അതുപോലെ തന്നെയുള്ളൊരു സാക്ഷ്യമാണ്, ഈ മകൻ ആഗ്രഹിച്ചൊരു സാക്ഷ്യമാണ് ഇവിടെ നിന്ന് കേൾക്കാൻ സാധിച്ചത്. അത് മാതാവിൻ്റെ ഒരു ഇടപെടലായിരുന്നു. മക്കൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം മാതാവ് ഏതെങ്കിലും രീതിയിൽ പല രീതികളിലാണ് അമ്മ അതെല്ലാം ക്ലിയറാക്കി കൊടുക്കുന്നത്. പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സാധാരണ ഇവിടെ വ്യക്തികളെ കാണാൻ സാധിക്കില്ല സാക്ഷ്യം പറഞ്ഞിട്ട് പോകുമ്പോൾ. പക്ഷേ പിന്നീട് ബാംഗ്ലൂരിൽ ചെന്നപ്പോഴാണ് ഈ മകനെ വീണ്ടും കാണാൻ സാധിച്ച്. പത്രം കൊടുക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. എങ്ങനെ കൊടുക്കും, എവിടെ കൊടുക്കും എന്നുള്ള ഒരു രീതി ആ മകനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് പ്രേക്ഷിത പ്രവർത്തനം കുറച്ചുകൂടെ ഊർജ്ജമാക്കി. മകന് മനസ്സിലായി കുറച്ചും കൂടെ തീഷ്ണതയോടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം, ആത്മീയമായിട്ട് വളരണം എന്ന് മനസ്സിലാക്കിയ ശേഷം കൂടുതൽ ഉടമ്പടി ജീവിതം കുറച്ചുകൂടെ ഊർജ്ജമാക്കി പ്രാർത്ഥിച്ചു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അല്പനേരം ടെസ്റ്റിംഗ് പീരീഡ് ആയിരുന്നെങ്കിലും വിശ്വാസത്തിൽ കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ച് ഉറച്ച് ഈ മകൻ വീണ്ടും അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ച് ബ്ലെസ്സിങ് മേടിച്ച് വീണ്ടും ജോലിക്കായി ശ്രമിച്ചു. പിന്നീടാണ് IT ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പെർമനൻറ്റ് ജോലി നൽകി ഈശോയും അമ്മയും ഈ മകൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തത്. പലപ്പോഴും മാനുഷികമായ വഴികൾ അസ്തമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ ഉടമ്പടി വഴി പുതിയ വഴികൾ കാണിച്ചു തരുന്നു. നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം വഴി പുതിയ ജീവിത വഴികൾ കാണിച്ചു തരാനും ഇനിയും നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരാൻ ദൈവം തീരുമാനിച്ചാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്കും ഉടമ്പടി ജീവിതം വിശ്വാസത്തോടെ വിശ്വസ്തയോടെ നമുക്ക് നയിക്കാം. ഈ മകന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.